10-20 വർഷം മുൻപ് ഒരാണും പെണ്ണും തമ്മിൽ പ്രണയമാണെന്നറിഞ്ഞാൽ നാട്ടിലും വീട്ടിലുമൊക്കെ വലിയ കലാപമുണ്ടായിരുന്നൊരു കാലം ഓർക്കുന്നില്ലേ? ഒന്നിച്ചൊരു ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ഒന്ന് മിണ്ടിയാൽ പരസ്പരം നോക്കിയാൽ പോലും പ്രശ്നം. പ്രണയവിവാഹം എന്തോ മഹാപരാധമായി കണ്ടിരുന്നൊരു കാലഘട്ടം. എന്നാൽ ഇപ്പോൾ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറി. മക്കളുടെ പ്രണയത്തെ മാതാപിതാക്കൾക്ക് അംഗീകരിക്കാതെ നിവൃത്തിയില്ലെന്ന സ്ഥിതി വന്നു. ഒരിക്കൽ പോലും നേരിൽ കാണാത്തവർ തമ്മിലുള്ള പ്രണയം അത് ചിലപ്പോൾ ചതിയാകാം, ഒരുപക്ഷെ വിവാഹത്തിലെത്താം. എന്നാൽ അന്നും ഇന്നും പ്രണയബന്ധത്തിൻ്റെയും ദാമ്പത്യ ജീവിതത്തിൻ്റെയും ഇരകൾ സ്ത്രീകളാണ്. എല്ലാ ബന്ധങ്ങളിലും പ്രശ്നമുണ്ടായാൽ ചോദ്യമുയരുന്നത് പെണ്ണിന് നേരെ മാത്രമാണ്. എന്താണ് സംഭവിച്ചത്? ആരുടെ ഭാഗത്താണ് തെറ്റ്? ഇനി മറ്റൊരു വിവാഹം നടക്കുമോ? ഇത്തരം ചോദ്യങ്ങൾ പലരെയും വിഷാദത്തിലേക്ക് തള്ളിവിടാം. നിർഭാഗ്യവശാൽ ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് പോലും ചിന്തിക്കുന്നവരുണ്ട്. ആലപ്പുഴ അരൂരിലെ അനഘ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് വിവാഹ നിശ്ചയത്തിന് ശേഷം കാമുകൻ ബന്ധത്തിൽ നിന്നും പിന്മാറിയതിൻ്റെ മനോവിഷമത്തിലാണ്. ഒരു ബന്ധം അവസാനിച്ചാൽ ഇനി എനിക്ക് മറ്റൊരു ജീവിതമില്ലെന്ന് ചിന്തിക്കരുത് കേട്ടോ. നമ്മളെ വേണ്ടെന്ന് വെച്ച ഒരാളേക്കാൾ നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളെ കാത്തിരിക്കുന്ന ഒരു ജീവിതവും ഈ ലോകത്തുണ്ടെന്നേ. എന്താണ് അനഘയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്നറിയണം. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയ പരിചയം, ആ സൗഹൃദം പിന്നീട് പ്രണയമായി മാറുന്നു. ഒടുവിൽ ഒരുമിച്ച് ജീവിക്കാമെന്ന പ്രതീക്ഷയോടെ വിവാഹ നിശ്ചയം വരെ നടന്നു. ആലപ്പുഴ അരൂർ സ്വദേശിനിയായ അനഘയുടെ ജീവിതത്തിൽ പിന്നീട് എന്താകും സംഭവിച്ചത്? നവംബറിൽ വിവാഹം നടത്താൻ തീരുമാനിച്ച് ഒരുക്കങ്ങൾ തുടങ്ങിയതാണ്. പക്ഷേ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്ന അവളുടെ പ്രണയബന്ധത്തിൽ ചില അസ്വാരസ്യങ്ങളുണ്ടായി. പിന്നാലെ വിവാഹത്തിൽ നിന്നും പിന്മാറാനുള്ള കാമുകന്റെ തീരുമാനം. അതിൽ മനംനൊന്ത് 25-കാരി ജീവനൊടുക്കുന്നു. ആത്മഹത്യ ചെയ്യുമെന്ന മുന്നറിയിപ്പുമായി അനഘ പ്രതിസുത വരൻ വിഷ്ണുവിന് വീഡിയോ അയച്ചു കൊടുത്തിരുന്നെന്നും എന്നാൽ ഇക്കാര്യം ബന്ധുക്കളെ അറിയിച്ചില്ലെന്നുമാണ് കുടുംബത്തിൻ്റെ ആരോപണം. അനഘയുടെ മരണത്തിന് പിന്നാലെ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. വരന്റെ വീട്ടുകാർ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിന്റെ മനോവിഷമത്തിലാണ് 25-കാരിയായ അനഘ ജീവനൊടുക്കിയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കരഞ്ഞു കാലുപിടിച്ചിട്ടും വിവാഹത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഇരുവർക്കുമിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അനഘ യുവാവ് ജോലി ചെയ്യുന്ന അബുദാബിയിലെത്തി നേരിട്ട് സംസാരിച്ചിട്ടും പ്രയോജനമുണ്ടായില്ല. കഴിഞ്ഞ ബുധനാഴ്ച ഗൾഫിൽ നിന്ന് തിരിച്ചെത്തിയ അനഘയെ വിമാനത്താവളത്തിൽ നിന്ന് ബന്ധുക്കൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അന്ന് രാത്രി മുറിയിൽ കയറിയ അനഘ വീട്ടുകാർ ഉറങ്ങിയ ശേഷമാണ് ജീവനൊടുക്കിയത്. യുവാവിന്റെ പെരുമാറ്റം മൂലമുള്ള മനോവേദനയാണ് മടങ്ങിയെത്തിയതിന് തൊട്ടു പിന്നാലെ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. തൂങ്ങി മരിക്കാനുള്ള കുരുക്കിട്ട ശേഷം അതിന്റെ വീഡിയോ അനഘ യുവാവിന് അയച്ചു കൊടുത്തിരുന്നുവെന്നും അയാൾ അത് തന്റെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു എന്നുമാണ് അനഘയുടെ കുടുംബം സംശയിക്കുന്നത്. ആത്മഹത്യ ചെയ്യുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടും അനഘ അഭിനയിക്കുകയാണെന്ന തരത്തിൽ യുവാവിന്റെ അമ്മ മറുപടി നൽകി. ഇതാണ് കടുങ്കൈ ചെയ്യാൻ അനഘയെ പ്രേരിപ്പിച്ചതെന്നും വീട്ടുകാർ വിശ്വസിക്കുന്നു. യുവാവിന്റെ അമ്മ അയച്ചു കൊടുത്ത ഓഡിയോ സന്ദേശം മരിക്കും മുൻപ് അനഘ തന്റെ അമ്മയുടെ ഫോണിലേക്ക് അയച്ചിരുന്നു. ഈ ഓഡിയോ സന്ദേശം പോലീസിന് കൈമാറിയിട്ടുണ്ട്. ആത്മഹത്യാ മുന്നറിയിപ്പ് നൽകിയ ഘട്ടത്തിൽ തന്നെ യുവാവ് ബന്ധുക്കളെ വിളിച്ചറിയിച്ചിരുന്നെങ്കിൽ അനഘയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. അരൂർ സ്വദേശിനി അനഘയും തൃശൂർ സ്വദേശിയായ യുവാവും ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത്. ഇത് പ്രണയത്തിലേക്ക് വഴിമാറിയതോടെ ഇരു വീട്ടുകാരും അംഗീകരിച്ച വിവാഹ നിശ്ചയം നടത്തി. നവംബറിൽ വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങൾക്കിടയിൽ യുവാവും കുടുംബവും വിവാഹത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. നിലവിൽ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് അരൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും കൂടുതൽ തെളിവുകളുണ്ടെങ്കിൽ യുവാവിനും അമ്മയ്ക്കുമെതിരെ കേസെടുക്കുമെന്നുമാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. ഒരു പോലീസുകാരനെ സംബന്ധിച്ച് കാക്കിക്കുപ്പായം അധികാരത്തിൻ്റെ അടയാളമാണ്. എന്നാൽ പൊതുസമൂഹത്തിന് അതൊരു വിശ്വാസമാണ്. എന്നാൽ ആ വിശ്വാസം മുതലെടുത്ത് ജനങ്ങളെ കൊള്ളയടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചതിക്കുകയും ചെയ്യുന്ന ചില പോലീസുകാരെ കുറിച്ച് കേട്ടിട്ടില്ലേ? പത്തനംതിട്ട ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ SI റോബിൻ വർഗീസിനെതിരെ
ഒരു യുവതി നൽകിയ പരാതി അതീവ ഗൗരവമുള്ളതാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ SIക്കെതിരെ കൊട്ടാരക്കര പോലീസ് കേസെടുത്തു. പരാതി നൽകിയാൽ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതിയുടെ മൊഴിയുണ്ട്. സഹപാഠിയായിരുന്ന യുവതിയുടെ പരാതിയിലാണ് പത്തനംതിട്ട ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ SIക്കെതിരെ കൊട്ടാരക്കര പോലീസ് കേസെടുത്തത്. SI റോബിൻ വർഗീസിനെതിരെയാണ് കേസ്. വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ SI വിസമ്മതിച്ചതായും പരാതി നൽകിയാൽ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായുമാണ് യുവതിയുടെ പരാതി. സംഭവത്തിൽ ഒത്തുതീർപ്പിന് പോലീസ് ഉദ്യോഗസ്ഥരും പോലീസ് അസോസിയേഷൻ നേതാക്കളും ശ്രമിച്ചെന്നും യുവതി ആരോപിക്കുന്നു. പരാതിയുമായി യുവതി SP-യെയും DYSP-യെയും നേരിൽ സമീപിച്ചതിന് പിന്നാലെയാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊല്ലം. സ്വന്തം വിലയും നിലയും പദവിയും മറന്ന് പെരുമാറുന്ന ചില ആളുകളുണ്ട്. അയാൾ എത്ര ഉന്നതനായാലും ഉയർന്ന പദവിയിലിരിക്കുന്ന വ്യക്തിയാണെങ്കിലും നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഒരു സ്ത്രീക്ക് നേരെ ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ച വനവകുപ്പ് ഉദ്യോഗസ്ഥന്റെ കാര്യമാണ് പറയുന്നത്. ട്രെയിനിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിക്ക് പിന്നാലെ കാസർഗോഡ് DFO ജോസ് മാത്യുവിനെ സ്ഥലം മാറ്റി. കൊയിനാച്ചി സ്വദേശിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് ജോസ് മാത്യുവിനെതിരെ റെയിൽവേ പോലീസ് കേസെടുത്തത്. ട്രെയിനിൽ സ്ത്രീകൾക്ക് മുന്നിൽ അശ്ലീല ചേഷ്ടകൾ കാണിച്ചെന്ന കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് കാസർഗോഡ് DFOയെ ചുമതലയിൽ നിന്ന് നീക്കിയത്. അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററായിരുന്ന ജോസ് ഗിരിയിലെ ജോസ് മാത്യുവിനെതിരെയാണ് വകുപ്പ് തല നടപടി. കണ്ണൂർ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ M രാജീവിന് കാസർഗോഡ് DFOയുടെ അധിക ചുമതല നൽകി. ജോസ് മാത്യുവിനോട് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ മുൻപാകെ ഹാജരാകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭരണപരമായ സൗകര്യാർത്ഥമുള്ള സ്ഥലമാറ്റമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ശനിയാഴ്ച വൈകിട്ടോടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഓക്ക എക്സ്പ്രസിലാണ് കേസിനാസ്പദമായ സംഭവം. ട്രെയിനിൽ മുൻവശത്തുള്ള ഒന്നാമത്തെ ജനറൽ കോച്ചിൽ ഒരാൾ സ്ത്രീകളെ ശല്യം ചെയ്യുന്നതായി റെയിൽവേ കൺട്രോൾ റൂമിൽ പരാതി ലഭിച്ചിരുന്നു. തുടർന്ന് റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ജോസ് മാത്യുവിനെതിരെ കേസെടുത്തത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 കാസർഗോഡ്. ആലപ്പുഴ കരുവാറ്റയിൽ വയോധികൻ കൊല്ലപ്പെട്ട കേസ് ദേശീയ തലത്തിൽ വരെ ചർച്ചയായ സംഭവമാണ്. കൗമാരക്കാരായ കുട്ടികൾക്ക് നമ്മുടെ നിയമ സംവിധാനം എന്ത് ശിക്ഷ നൽകുമെന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട്. ഈ കേസിന്റെ തുടർ നടപടികൾ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലാണിപ്പോൾ. സുപ്രീം കോടതി നിയോഗിച്ച ബാലാവകാശ നിയമവിദഗ്ധർ 8ാം ക്ലാസ്സുകാരി ഉൾപ്പെടെയുള്ള കുറ്റാരോപിതരുമായി വീഡിയോ കോളിലൂടെ സംസാരിച്ചു. കുട്ടികളെ കൗൺസിലിംഗിന് വിധേയരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ആൺകുട്ടികളായ 3 പേരെയും ശനിയാഴ്ച ഹാജരാക്കാൻ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഉത്തരവിട്ടു. കുട്ടികൾ കുറ്റാരോപിതരാകുന്ന കേസിന്റെ വിചാരണ വേളയിലടക്കം സുപ്രീം കോടതി നിയോഗിക്കുന്ന നിയമവിദഗ്ധരുടെ നിരീക്ഷണമുണ്ടാകും. ഇതിന്റെ ഭാഗമായാണ് കരുവാറ്റ കേസിലെ ഇടപെടൽ. സുപ്രീം കോടതി നിയോഗിച്ച ബാലാവകാശ നിയമവിദഗ്ധരാണ് കുറ്റാരോപിതരായ കുട്ടികളുമായി വീഡിയോ കോളിലൂടെ സംസാരിച്ചത്. കോഴിക്കോട്ടെ നിരീക്ഷണ കേന്ദ്രത്തിൽ കഴിയുന്ന 13-കാരിയുമായും ചേർത്തല മായിത്തറയിലെ നിരീക്ഷണ കേന്ദ്രത്തിൽ കഴിയുന്ന മറ്റു 3 പേരുമായാണ് സംസാരിച്ചത്. കുട്ടികളെ കൗൺസിലിംഗിന് വിധേയരാക്കാൻ ഇവർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരള നിയമസഹായ സമിതിയിലെ അംഗങ്ങളും മായിത്തറയിലെ നിരീക്ഷണ കേന്ദ്രത്തിലെത്തി 3 കുട്ടികളുമായി സംസാരിച്ച് വിവരം ശേഖരിച്ചു. അടുത്ത ദിവസം ഇവർ കോഴിക്കോട് പോയി പെൺകുട്ടിയെയും കാണും. ആൺകുട്ടികളായ 3 കുറ്റാരോപിതരെ ശനിയാഴ്ച ഹാജരാക്കാൻ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഉത്തരവിട്ടു.
ചേർത്തല മായിത്തറയിൽ നടന്ന സിറ്റിംഗിൽ പോലീസിന്റെ അപേക്ഷ പരിഗണിച്ചാണ് ഉത്തരവ്. വിവരശേഖരണത്തിനും തൊണ്ടിമുതൽ കണ്ടെത്തുന്നതിനും തെളിവെടുക്കുന്നതിനുമായി ഇവരെ കസ്റ്റഡിയിൽ വിടണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കയ്യുറ ഉപയോഗിച്ചാണ് കൃത്യം നടത്തിയത്. ഇത് എവിടെ നിന്ന് വാങ്ങിയതെന്ന് കണ്ടെത്തണം. കൊല്ലത്ത് നിന്ന് ട്രെയിനിൽ ഹരിപ്പാട്ടെത്തിയ ഇവർ ഓട്ടോറിക്ഷയിലാണ് കരുവാറ്റയിൽ വന്നത്. ഇവരെ ഓട്ടോറിക്ഷ ഡ്രൈവർ തിരിച്ചറിയുമോ എന്നും പരിശോധിക്കണം. ഈ വിവരങ്ങൾ പോലീസിന് വേണ്ടി സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടർ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനെ അറിയിച്ചു. കുറ്റാരോപിതർ പ്രായപൂർത്തിയാകാത്തവരായതിനാൽ ആദ്യം ചോദ്യം ചെയ്യലിന് പകരം അഭിമുഖം നടത്താനേ അനുമതി ലഭിക്കൂ. ഈ സമയം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സാന്നിധ്യവും വേണം. കരുവാറ്റയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന കൊല്ലം പരവൂർ കൊച്ചാലുമൂട് സരസ്വതി നിവാസിൽ ശിവൻകുട്ടി ചെട്ടിയാർ 15-ന് രാത്രിയിലാണ് കൊല്ലപ്പെട്ടത്. അടുത്ത ബന്ധുവായ പെൺകുട്ടിയുടെ നിർദ്ദേശപ്രകാരം കാമുകനും സുഹൃത്തുക്കളും ചേർന്ന് കൊല നടത്തിയെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. സ്വർണ്ണാഭരണങ്ങൾ കവരാനായിരുന്നു കൊലപാതകം. കേസിലെ പ്രതികൾ കുട്ടികളാണെന്നറിഞ്ഞത് നാടിനെയാകെ നടുക്കിയിരിക്കുന്നു. ന്യൂസ് 18 ആലപ്പുഴ. സർക്കാർ ഓഫീസുകളും പൊതുഗതാഗത സംവിധാനങ്ങളും ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വത്താണ്. അതിനു നേരെ കല്ലെറിയുകയും ആക്രമണം നടത്തുകയും ചെയ്യുന്നവരെ സാമൂഹ്യ വിരുദ്ധരെന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. തിരുവനന്തപുരത്ത് 2 പ്രിയദർശിനി ബസ്സുകൾക്ക് നേരെ കല്ലേറ് നടത്തിയവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? കല്ലറ പരപ്പിൽ ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന സ്റ്റേ ബസ്സുകൾക്ക് നേരെയാണ് പുലർച്ചെ കല്ലേറുണ്ടായത്. തുടർന്ന് വെഞ്ഞാറമൂട്ടിലും കല്ലേറുണ്ടായി. CCTV പരിശോധിച്ചതിൽ നിന്ന് ബൈക്കിലെത്തിയ 2 അംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരം കല്ലറയിലും വെഞ്ഞാറമൂട്ടിലുമാണ് KSRTC പ്രിയദർശിനി ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായത്. ബൈക്കിലെത്തിയ സംഘത്തിന്റെ കല്ലേറിൽ 2 ബസ്സുകളുടെയും മുൻവശത്തെ ചില്ല് തകർന്നു. പുലർച്ചെ കല്ലറ പരപ്പിൽ ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന സ്റ്റേ ബസിന്റെ ചില്ലാണ് ആദ്യം തകർത്തത്. പിന്നാലെ രാവിലെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള പ്രിയദർശിനി ബസിന്റെ ചില്ലും തകർത്തു. വെഞ്ഞാറമൂട് കിളിമാനൂർ ഡിപ്പോയിലെ ബസ്സുകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. സംഭവത്തിൽ KSRTC അധികൃതർ പോലീസിൽ പരാതി നൽകി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ബൈക്കിലെത്തിയ 2 അംഗ സംഘമാണ് കല്ലറയിലെ ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി. പാങ്ങോട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അക്രമികളെക്കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ് പറഞ്ഞു. ഈ സംഘം തന്നെയാണോ വെഞ്ഞാറമൂട്ടിലും കല്ലെറിഞ്ഞതെന്ന് വ്യക്തമല്ല. ന്യൂസ് 18 തിരുവനന്തപുരം. പോലീസ് സ്റ്റേഷൻ എന്നത് ഒരു പാർട്ടിയുടെയോ വ്യക്തിയുടെയോ സ്വകാര്യ ഇടമല്ല. അത് നിയമം സംരക്ഷിക്കേണ്ട സ്ഥാപനമാണ്. അവിടെ നടക്കുന്ന ഓരോ കാര്യവും നിയമത്തിൻ്റെയും ചട്ടങ്ങളുടെയും പരിധിക്കുള്ളിലായിരിക്കണം. ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ചെറിയ നിയമലംഘനം പോലും സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നടന്ന വിവാദ ഓണാഘോഷം കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയെ സമീപിച്ചു. CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി IP ബിനു, നിതിൻ രാജ് എന്നിവരുടെ ജാമ്യം റദ്ദാക്കാനാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് അപേക്ഷ നൽകിയത്. ഓണാഘോഷ വിവാദത്തിന് പിന്നാലെ 6 പോലീസ് ഉദ്യോഗസ്ഥരെ ആംഡ് റിസർവ് ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു. CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും നഗരസഭ മുൻ കൗൺസിലറുമായ IP ബിനു, നിതിൻ രാജ് എന്നിവരുടെ ജാമ്യം റദ്ദാക്കാനാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് അപേക്ഷ നൽകിയത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ പോലീസ് ഫയലിംഗ് വഴി അപേക്ഷ സമർപ്പിച്ചു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ആകെയുള്ള 25 പ്രതികളും സ്റ്റേഷനിൽ എത്തിയിരുന്നെങ്കിലും പ്രചരിച്ച വീഡിയോയിൽ കൂടുതൽ പ്രാധാന്യത്തോടെ ഉണ്ടായിരുന്നത് IP ബിനുവും നിതിൻ രാജുമായിരുന്നു. ഈ സാഹചര്യത്തിലാണ്
ഇവർക്കെതിരെ മാത്രം കോടതിയെ സമീപിച്ചത്. പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതികൾ ഓണം ആഘോഷിക്കുകയും ഇതിന്റെ വീഡിയോ ചിത്രീകരിച്ച സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തത് പോലീസിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് കാണിക്കാനാണെന്ന് പോലീസ് അപേക്ഷയിൽ പറയുന്നു. അതുകൂടാതെ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നതിനും സ്വാധീനിക്കുന്നതിനുമുള്ള ഉദ്ദേശത്തോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നും പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അപേക്ഷ വരുന്ന 29-ന് കോടതി പരിഗണിക്കും. കഴിഞ്ഞ ദിവസം ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാനെത്തിയപ്പോഴാണ് പ്രതികൾ അവിടെ ഓണം ആഘോഷിച്ചത്. ഈ ആഘോഷത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും വലിയ വിവാദത്തിന് വഴിതെളിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയ 6 പോലീസ് ഉദ്യോഗസ്ഥരെ ആംഡ് റിസർവ് ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആഘോഷ ദിവസം GD ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അജു, പാറാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ദൃശ്യ, അസിസ്റ്റന്റ് റൈറ്റർ സുധീഷ, പ്രോസസ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജിനീഷ, പോലീസുകാരായ അരുൺ, രതീഷ് എന്നിവരെയാണ് സ്ഥലം മാറ്റിയത്. ഇവർക്കെതിരായ വകുപ്പുതല അന്വേഷണം തുടരും. SHO R പ്രശാന്തിനെതിരെ സ്വീകരിക്കേണ്ട നടപടി IG തലത്തിൽ തീരുമാനിക്കും. പ്രതികളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രശാന്തിനെ നേരത്തെ തൃശൂരിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരു കുറ്റവാളിയെ തെറ്റുകളിൽ നിന്നും തിരുത്തി നേർവഴിക്ക് നയിക്കേണ്ട ഇടമാണ് ജയിലുകൾ. ശിക്ഷ എന്നത് അവർക്ക് മനപരിവർത്തനത്തിനുള്ള ഒരു കാലഘട്ടമാണ്. എന്നാൽ ജയിലുകൾ കുറ്റകൃത്യത്തിനുള്ള വേദിയാകുന്നുണ്ടെങ്കിൽ അതിനെ അതീവ ഗൗരവത്തോടെ കാണണം. കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിലേക്ക് ചെരുപ്പിനുള്ളിൽ ഒളിപ്പിച്ച് ഹാഷ് ഷോയിൽ കടത്താൻ ശ്രമിച്ച കേസിലേക്കാണ്. സംഭവത്തിൽ തടവുകാരനുൾപ്പെടെ 3 പേർക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. ചെരുപ്പ് തുളച്ച് ദ്വാരമുണ്ടാക്കിയ ശേഷം ചെറിയ കവറിനുള്ളിലാക്കിയാണ് ഹാഷ് ഷോയിൽ ഒളിപ്പിച്ചത്. രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഹാഷിഷ് ഓയിൽ കണ്ടെത്തിയത്. സന്ദർശകരെന്ന വ്യാജേനെ തടവുകാരനെ കാണാനെത്തിയ 2 അംഗ സംഘമാണ് ലഹരി കടത്തിയത്. സംഭവത്തിൽ തടവുകാരനുൾപ്പെടെ 3 പേർക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. ചെരുപ്പ് തുളച്ച് ദ്വാരമുണ്ടാക്കിയ ശേഷം ചെറിയ കവറിനുള്ളിലാക്കിയാണ് ഹാഷിഷ് ഓയിൽ ഒളിപ്പിച്ചത്. ഫോണിലൂടെയായിരുന്നു ഇവർ ആശയവിനിമയം നടത്തിയിരുന്നത്. ഈ ഫോൺ സംഭാഷണങ്ങളും തെളിവായി ലഭിച്ചിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിലേക്ക് ലഹരി വസ്തുക്കളും മൊബൈൽ ഫോണുകളും മറ്റും നിയമവിരുദ്ധമായി കടത്തുന്ന സംഭവങ്ങൾ പലതവണ ഉണ്ടായിട്ടുണ്ട്. ജയിലിന്റെ പുറത്തുനിന്ന് മതിലിന് മുകളിലൂടെ ബീഡി, സിഗരറ്റ്, മദ്യം തുടങ്ങിയവ അകത്തേക്ക് എറിഞ്ഞു നൽകുന്ന സംഭവങ്ങളും പലതവണ റിപ്പോർട്ട് ചെയ്തിരുന്നു. അടുത്ത കാലത്ത് നിരവധി തവണ റെയ്ഡിൽ ലഹരി വസ്തുക്കളും മൊബൈൽ ഫോണുകളും അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. ജയിലിലേക്ക് ലഹരി സാധനങ്ങൾ എത്തിച്ചു നൽകാൻ പ്രത്യേക സംഘങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നതായാണ് സൂചന. ന്യൂസ് 18 കണ്ണൂർ. ഒരു ചെറിയ തെറ്റു ചെയ്താൽ ദൈവം കാണുമെന്നും അതിനൊരു ശിക്ഷ കിട്ടുമെന്നും പണ്ട് കുട്ടിക്കാലം മുതൽ നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ളതാണല്ലേ. എന്നാൽ ദൈവത്തെ പോലും പേടിയില്ലാത്ത അവസ്ഥയിലേക്ക് സമൂഹം മാറുന്നത് അപകടകരമാണ്. കാസർഗോഡ് വെള്ളൂർ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ കവർച്ച നടന്നത് ഇരുട്ടിന്റെ മറവിലാണ്. ഭണ്ഡാരം മോഷ്ടിച്ച് പുറത്തെത്തിച്ചെങ്കിലും തുറക്കാൻ കഴിയാതെ റോഡരികിൽ ഉപേക്ഷിച്ചു. സംഭവത്തിൽ ആദൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെള്ളൂർ നെട്ടിണികെ മഹാലിംഗേശ്വര ക്ഷേത്രത്തിലാണ് കവർച്ച നടന്നത്. ചുറ്റമ്പലത്തിന്റെ വാതിൽ തുറന്ന് അകത്ത് കടന്ന മോഷ്ടാവ് ശ്രീകോവിലിന് മുന്നിലുണ്ടായിരുന്ന ഭണ്ണാരം കൈക്കലാക്കിയാണ് സ്ഥലം വിട്ടത്. ഭണ്ണാരം പിന്നീട് ക്ഷേത്രത്തിന് സമീപത്ത് റോഡരികിൽ ഉപേക്ഷിച്ച് മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു. ഭണ്ണാരത്തിന്റെ പൂട്ടുപൊളിക്കാൻ കഴിയാഞ്ഞതാണ് കാരണം. രാവിലെ മേൽശാന്തി എത്തിയപ്പോഴാണ് ഭണ്ണാരം കാണാനില്ലെന്ന വിവരമറിഞ്ഞത്. തുടർന്ന് ക്ഷേത്രം ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകി. ആദൂർ SIയും സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളതാണ് വെള്ളൂർ നെട്ടിണികെ മഹാലിംഗേശ്വര ക്ഷേത്രം.
ന്യൂസ് 18 കാസർഗോഡ്. പാലക്കാട് പട്ടാമ്പി കൊപ്പത്ത് വ്യാപാരികളുടെ ഉറക്കം കെടുത്തുകയാണ് കവർച്ചാ സംഘങ്ങൾ. കൊപ്പൻ ടൗണിൽ മോഷണം തുടർക്കഥയാണ്. 3 കടകളിൽ പൂട്ട് തകർത്താണ് മോഷണം നടന്നത്. പണവും വസ്തുക്കളും കവർന്നാണ് പരാതി. മോഷ്ടാവ് കടകളിൽ കയറുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ആളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായി കൊപ്പം മേഖലയിൽ മോഷണം പതിവാകുന്നുണ്ട്. ഇത് വ്യാപാരികളിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. കൊപ്പം മുളയങ്കാവ് റോഡിലെ 3 വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത്. മലബാർ സ്റ്റോർ സൈന് എതിർവശം തിരുപ്പൂർ ഔട്ട്ലെറ്റ്, മൗസ് ക്ലിക്ക് കമ്പ്യൂട്ടർ ഷോപ്പ്, ലുക്വെൽ ജെൻസ് ടൈലർ ഷോപ്പ് തുടങ്ങിയ സ്ഥാപനങ്ങളിലാണ് പൂട്ട് തകർത്ത് കവർച്ച നടത്തിയത്. തിരുപ്പൂർ ഔട്ട്ലെറ്റിൽ നിന്നും 5000 രൂപയുടെ വസ്ത്രങ്ങളും പണവും നഷ്ടമായി. മറ്റ് കടകളിൽ മോഷണശ്രമം നടന്നെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. കൊപ്പത്ത് 3-4 കടകളിൽ മോഷണശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇതിന് സമാനമായി മോഷണശ്രമം 1 വർഷം മുമ്പ് നടന്നിരുന്നു. അപ്പോൾ കൊപ്പത്തെ തുടർക്കഥയായി മാറുകയാണ്. അധികാരികൾ കണ്ടു തുറക്കണം. വ്യാപാര സമൂഹത്തോട് പറയാനുള്ളത്, നിങ്ങൾ രാത്രി കടകൾ അടച്ചു പോകുമ്പോൾ നിങ്ങളുടെ ലോക്ക് പൂർണ്ണമായും സുരക്ഷിതമാക്കി ലോക്ക് ചെയ്തുകൊണ്ട് CCTV ക്യാമറകൾ പുറത്തേക്ക് പ്രദർശിപ്പിക്കുക. മാക്സിമം ലൈറ്റുകളെല്ലാം പുറത്തേക്ക് ഇട്ടിട്ട് സുരക്ഷ ഉറപ്പുവരുത്തുക. അധികാരികൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൊപ്പത്തെ ഈ മോഷണ പരമ്പര തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. കാര്യമായി ഒരു നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും കുറച്ച് വസ്ത്രങ്ങൾ തുണിക്കടയിൽ നിന്ന് പോയിട്ടുണ്ട്. അതുപോലെ ഡോറുകളെല്ലാം തകർത്ത് നാശനഷ്ടം ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധ ചെലുത്തണമെന്ന് പ്രത്യേകം പറയാം. ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് മോഷണം നടന്നത്. മോഷ്ടാവ് കടകളിൽ കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ആളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. കൊപ്പം പോലീസിന്റെ നേതൃത്വത്തിൽ സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കൊപ്പത്ത് മോഷണ പരമ്പര തുടർക്കഥയാവുകയാണെന്നും അധികാരികൾ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് KT ഷാജി ആവശ്യപ്പെട്ടു. ന്യൂസ് 18 പട്ടാമ്പി. എനിക്ക് വേണ്ടതെല്ലാമുണ്ട്. മികച്ച ജോലി, സമ്പത്ത്, വീട്, വാഹനങ്ങൾ, നല്ല കുടുംബം. ഇങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകളില്ലേ? പണവും പ്രശസ്തിയും ഒക്കെ ആയി കഴിയുമ്പോൾ സ്വയം മദ്യമർന്ന് അഹങ്കരിക്കുന്നവർ. നമ്മൾ എത്ര ഉയരത്തിലാണെങ്കിലും നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഒരു രോഗം മതി ജീവിതത്തിൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റാൻ. അപ്രതീക്ഷിതമായ ഒരു ദുരന്തം സംഭവിച്ചാൽ നമ്മൾ അഭിമാനിച്ചിരുന്ന പലതും ഒരു നിമിഷം കൊണ്ട് അർത്ഥശൂന്യമാകും. മക്കൾ കൈവിട്ടു പോയാൽ പിന്നെ എത്ര പണമുണ്ടെന്ന് പറഞ്ഞിട്ടും എന്താണ് കാര്യം? ഏതൊരു ഉയർച്ചയ്ക്കും ഒരു താഴ്ചയുണ്ട്. ചരിത്രത്തിൽ എത്രയോ ഭരണാധികാരികൾ പോലും അധികാരത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് നിലംപൊത്തി താഴെ വീണിട്ടുണ്ട്. അതുകൊണ്ട് ഉയരങ്ങളിൽ നിൽക്കുമ്പോൾ താഴെയുള്ളവരെ പരിഹസിക്കരുത്. സ്വയം മദ്യമർന്ന് അഹങ്കരിക്കരുത്. അധികാരത്തെക്കാൾ ശക്തി സ്നേഹമാണെന്നും പണത്തേക്കാൾ വലിയ സമ്പത്ത് നല്ല ബന്ധങ്ങളാണെന്നും തിരിച്ചറിയണം കേട്ടോ. നമുക്ക് കിട്ടിയ ഉയർച്ചയിൽ അഹങ്കരിക്കാതെ നമ്മുടെ കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ച് വിനയത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ചെറിയ വീഴ്ചകളിൽ പോലും അടിതെറ്റില്ലെന്നേ. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും നന്മയുടെയും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.